ഗൈസ് എന്താണെങ്കിലും ചാവിയുടെ കാര്യം പൊളിയുന്നു. അതായത് ചാവി ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഒരു പരിശീലകനാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് പറയുന്നൊരു കാര്യം ഇന്നലെ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നതാണ്. മാർക്കസ് മെഗുലാഹയെ പോലത്തെ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റൊക്കെയാണ് അത് സുബ്രതോ പോളി പോലത്തെ ഡയറക്ടർ പറഞ്ഞു എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കാര്യം പൊളിയുന്നു. ഇപ്പം ഫറാൻ കോറസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പെയിനിലെ ഒരു ജേർണലിസ്റ്റൊക്കെ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്നുള്ള തരത്തിൽ വന്നു. പിന്നീട് ഇപ്പോൾ ഫാബ്രിസോ റൊമാനോ ഒക്കെ അടക്കമുള്ളവർ, അദ്ദേഹം ആദ്യം റിപ്പോർട്ട് ചെയ്താണ് മാർക്കസിൻ്റെ കാര്യമൊക്കെ വെച്ചിട്ട്, പിന്നീട് ഇദ്ദേഹം തന്നെ ഇങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പം സുബ്രതോ പോളൊക്കെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൻ്റെ മെയിൽ ഐ ഡിയിൽ നിന്നൊരു കാര്യങ്ങളൊക്കെ വന്നു എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് തന്നെ ഇപ്പം പിന്നീട് ആശിഷ് നെഗിയുടെയൊക്കെ ഒരു ട്വീറ്റ് കണ്ടിരുന്നു. അതായത് സർ അലക്സ് ഫെർഗൂസന്റെ പേരിൽ പോലും ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേഷനൊക്കെ അയക്കാൻ സാധിക്കും, അതിൻ്റെ ഒരു റിലയബിലിറ്റി ചെക്ക് പരിപാടികളൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പം ചാവിയെ പോലത്തെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കോച്ച് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുമ്പം ഏജൻസ് ത്രൂ ഒക്കെയാണ് ചെയ്യാനുള്ള സാധ്യത. ഇപ്പം പിന്നീട് ഞാൻ കണ്ടൊരു വാർത്തയാണ്, ഇപ്പം ഖത്തർ നാഷണൽ ടീം അദ്ദേഹത്തിന് ഓഫർ കൊടുത്തിരുന്നു, 15 മില്യൺ രൂപ മറ്റൊക്കെ ഒരു വലിയ ഓഫറാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇവിടെ സാമ്പത്തികമായിട്ട് ഒട്ടും കൊടുക്കാൻ തയ്യാറല്ലാത്തൊരു ഫെഡറേഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു എന്നുള്ളത്. ഒന്നെങ്കിൽ ഇതൊരു PR സ്റ്റണ്ടാണ് ഈ ഒരു കോച്ചിനെ അപ്ലൈ ചെയ്യുന്നതിന്. ഇങ്ങനത്തെ കാര്യങ്ങൾ പലപ്പോഴും നടക്കുന്നൊരു സംഭവമാണല്ലോ. അതർവൈസ് ഈ പറഞ്ഞ ടെക്നിക്കൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഡയറക്ടറും ഇവരൊക്കെ അടങ്ങുന്നൊരു കൂട്ടം എന്ന് പറഞ്ഞാൽ പൊട്ടന്മാരുടെ കൂട്ടമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഇതൊന്നും ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള കഴിവില്ലാത്തവരാണല്ലോ ഈ ജോലിക്ക് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുമ്പോഴാണ് പിന്നെ നാഷണൽ ടീമിൻ്റെ കോച്ചിൻ്റെ ഒരു കൺഫർമേഷൻ ഓഗസ്റ്റ് 1 കൂടി വരുമെന്നുള്ളപ്പം സ്പോർട്സ് സ്റ്റാറിൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാമല്ലോ 170ഓളം ആപ്ലിക്കൻസിൽ നിന്ന് 3 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കോവിച്ച്, സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ആൻഡ് ഇന്ത്യൻ പരിശീലകനായിട്ടുള്ള ഖാലിദ് ജമീൽ. ഇവരിൽ നിന്ന് ഒരാളെ ആയിരിക്കും തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ്. അതായത് ഇനി ഒരാഴ്ചയിൽ താഴെ ഉള്ളൂ എന്നുള്ളതാണ്. ഏതാണ്ട് 1 മാസത്തോളമായി കോച്ച് പോയിട്ട് 1 മാസം വേണ്ടി വന്നു അങ്ങനത്തെ ഒരു ഡിസിഷൻസിലേക്കൊക്കെ എത്താനെന്ന് പറയുന്നത് മറ്റൊരു വസ്തുതയാണ്. എങ്കിലും 1 മാസത്തെ സാലറി ലാഭിക്കാനായിരിക്കും അങ്ങനെയൊക്കെ ചെയ്തത് എന്ന് വിശ്വസിക്കാം. എനിവേ കൂടുതലായിട്ടും കേൾക്കപ്പെടുന്ന പേര് ഖാലിദ് ജമീൽ ഒരു ഇന്ത്യൻ പരിശീലകൻ വരുമെന്ന് പറയുന്ന ഒരു പൊതുവികാരത്തിനോടൊപ്പം ടെക്നിക്കൽ കമ്മിറ്റിയും കൂടെ നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യമാണുള്ളത്. നമ്മൾ മുമ്പും നമ്മുടെ ചാനലിൽ സംസാരിച്ചിട്ടുള്ളതാണ്. ഒരു ഇന്ത്യൻ പരിശീലകൻ, പ്രത്യേകിച്ച് ഖാലിദ് ജമീൽ വന്നു കഴിഞ്ഞാൽ നന്നാവും, ഇന്ത്യൻ കണ്ടീഷൻസ് ഇന്ത്യൻ പ്ലേയേഴ്സിനെയൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്നുള്ളത്. പക്ഷേ നിലവിൽ അതൊരു റൈറ്റ് ടൈമാണോ എന്നുള്ള സംശയം മാത്രമാണ് എനിക്ക് നിലനിൽക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ടഫ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. AFC ക്വാളിഫയേഴ്സിൻ്റെ ആദ്യത്തെ 2 മത്സരങ്ങളും വിജയങ്ങളില്ലാതെ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഖാലിദിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ ഒരു നാഷണൽ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട്. അത് ഈ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ എങ്ങനെ മാറുമെന്ന് പറയുന്ന ഒരു കൺസേൺ മാത്രമാണുള്ളത്. തീർച്ചയായിട്ടും ഖാലിദ് ജമീൽ ഇന്ത്യയുടെ പരിശീലകനാണ് ഡിസേർവ് ചെയ്യുന്നത്. പക്ഷേ അത് കുറച്ചും കൂടി ഒരു നല്ല സാഹചര്യത്തിലായിരുന്നെങ്കിൽ നന്നായനെ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രം പറയുകയാണ്. ചിലപ്പോൾ കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മറിഞ്ഞേക്കാം, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ആയിരുന്നെങ്കിൽ, ഇപ്പോൾ സ്റ്റീഫൻ കോൺസ്റ്റന്റൈൻ ഓൾഡ് സ്കൂളാണ്, അദ്ദേഹത്തിൻ്റെ ശൈലി മാറിയെന്ന് പറയുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഷോർട്ട് ടൈമിലൊക്കെ അദ്ദേഹം വന്നാൽ ഒരുപക്ഷെ നന്നായനെ എൻ്റെ ഒരു ഫീലിങ്സ് ആണ് കേട്ടോ. ഇത് ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം ഇന്ത്യൻ ഫുട്ബോൾ അറിയാം, ഇൻ്റർനാഷണൽ ഫുട്ബോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു പരിശീലകനാണ് എന്ന് പറയുന്നൊരു സാഹചര്യമൊക്കെ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. എനിവേ ഖാലിദിന് വന്ന് ഒരു റിസൾട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. ഖാലിദ് ആണെങ്കിൽ, അതാണല്ലോ കൂടുതലായിട്ടും കേൾക്കുന്ന പേര്. എന്താണെങ്കിലും നമുക്ക് ഒരാഴ്ചയിൽ താഴെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ കാര്യങ്ങളൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായും കമ്പോസ് ചെയ്യാൻ പറ്റും.